കറി ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴും അതുപോലെ തന്നെ ചോറിന് മറ്റു കറികളൊന്നും ഇല്ലെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ഡിഷാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരൊറ്റ പച്ചമാങ്ങ മതി നമുക്ക് ഈ ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എന്നാൽ നമുക്ക് ഈ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇനിയിപ്പോൾ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഡിഷ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ മാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. മാങ്ങ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാങ്ങയുടെ മുഴുവൻ ഭാഗമൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതാ ഒരു കഷ്ണം മാങ്ങയാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കഷ്ണം മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഒരു മാങ്ങയുടെ പകുതി ഭാഗം ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കഷ്ണം മാങ്ങയാണ് കേട്ടോ ഈ ചമ്മന്തി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണമോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ചെറിയുള്ളി അതെടുത്ത് വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പില, ഒരു 2 ഏതള കറിവേപ്പിലയും, അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്രയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അവിടെ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങയും അതുപോലെ തന്നെ തേങ്ങ ചിരവിയതും, ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാനിപ്പോൾ ഇവിടെ 2 ഇതളാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത്രയും മതിയാവും. ഇനി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊച്ചു ചമ്മന്തിയാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു 6 ചെറിയുള്ളി അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടോ. നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്യാതെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചമ്മന്തിക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചമ്മന്തി തയ്യാറാക്കുന്നതിന് ശേഷവും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചമ്മന്തി തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. എല്ലാവർക്കും അറിയാവുന്നതാണ് ചമ്മന്തി എങ്ങനെ അരച്ചെടുക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു ചമ്മന്തിയാണ്. മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചമ്മന്തി അരച്ചു വെക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.